ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 3 ചോദ്യപേപ്പറുകളാണ്. LDC 2005 കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ ഏത് സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുന്നു? കാർഷിക സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുന്നു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് ഋഗ്വേദം. ഇന്തോ യൂറോപ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് ഋഗ്വേദം. അടുത്ത ചോദ്യം, കേരളത്തിലെ തേക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂര്, മലപ്പുറത്ത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെ അങ്ങനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റന്റ് സ്മിത്താണ്. വിൻസ്റ്റന്റ് സ്മിത്തിൻ്റെ ഇയർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എത്ര ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്? 72 ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ജാട്ടുകളുടെ പ്ലാറ്റോ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരായിരുന്നു? സൂരജ് മൽ. അടുത്ത ചോദ്യം, 1920 ചേർന്ന AITUCയുടെ 1-ാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ലാല ലജ്പത് റായിയാണ് അധ്യക്ഷത വഹിച്ചത്. 1920 ലാല ലജ്പത് റായും NM ജോഷിയും ചേർന്നിട്ട് സ്ഥാപിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC സ്ഥാപിച്ചത് ലാല ലജ്പത് റായും NM ജോഷിയും ചേർന്നാണ്. ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെട്ടത് ആരായിരുന്നു? ഗോപാൽ ഹരി ദേശ്മുഖ്. ഗോപാൽ ഹരി ദേശ്മുഖ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ലോകനായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. കോൺഗ്രസിന്റെ ഷോ ബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയിൽ വന്ന അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ആരാണ്? ജോർജ് 5. ഇന്ത്യയിൽ വന്ന അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തിയാണ് ജോർജ് 5. ജോർജ് 5-ാമൻ രാജാവിന് വേണ്ടി ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ചത് 1911-ലാണ്. ഡൽഹി ദർബാർ സംഘടിപ്പിച്ച സമയത്തെ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഹാർഡിഞ്ച് സെക്കൻഡാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ഹാർഡിഞ്ച് സെക്കൻഡാണ്. 31-ാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് AK ഗോപാലന്റെ നേതൃത്വത്തിൽ മദിരാശിയിലേക്ക് പട്ടിണി ജാഥ പുറപ്പെട്ടത്? കണ്ണൂരിൽ നിന്നാണ്. പട്ടിണി ജാഥ നടന്നത് 1936-ലാണ്. 32 പേരാണ് പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പട്ടിണി ജാഥ നയിച്ചത്. സാറാ ജോസഫിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആലാഹയുടെ പെൺമക്കൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സുജേത കൃപലാനിയാണ്. സുജേത കൃപലാനിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്കാരായ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നതിൽ ഒരാള് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ആരാണ്? രാജാ റാവു ആണ്. ഇന്ത്യക്കാരായ ഇംഗ്ലീഷ് എഴുത്തുകാരിലെ ത്രിമൂർത്തികൾ 3 പേര് RK നാരായൺ, മുൾക്ക് രാജ് ആനന്ദ്, രാജാ റാവു. രാജാ റാവുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ദി ക്യാറ്റ് ആൻഡ് ഷേക്സ്പിയർ, എ ടെയിൽ ഓഫ് മോഡേൺ ഇന്ത്യ. ദി ക്യാറ്റ് ആൻഡ് ഷേക്സ്പിയർ, എ ടെയിൽ ഓഫ് മോഡേൺ ഇന്ത്യ. മുൾക്ക് രാജ് ആനന്ദിൻ്റെ കൃതികൾ കൂലി, അൺടച്ചബിൾസ്. RK നാരായണൻ്റെ പ്രധാന കൃതികൾ ദി ഇംഗ്ലീഷ് ടീച്ചർ, ദി ഗൈഡ്, മാൽഗുഡി ഡേയ്സ്. അടുത്ത ചോദ്യം, കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ആലുവയിൽ സോയിലാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് പിംഗലി വെങ്കയ്യയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ഈ കഴിഞ്ഞ ഖാദി ബോർഡിലെ 5-ാം ഘട്ടത്തിലെ ചോദ്യമായിരുന്നു. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും വലിയ അളവ് 6300 × 4200 mm ആണ്.
ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അളവ് 150 × 100 mm ആണ്. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് ഖാദി തുണി. ഖാദി തുണിയാണ് ഉപയോഗിക്കുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ ആയിരുന്നു. നിലവിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ല. അതിന് പകരമായിട്ട് രൂപം കൊണ്ടതാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഇന്ത്യയിൽ ആരംഭിച്ചത് 2015 ജനുവരി 1 മുതലാണ്. നിലവിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. 39. പട്ടികജാതി വിഭാഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏതാണ്? പട്ടികജാതി SC-ക്കാർ കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. SC-ക്കാർ കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ കൂടുതലുള്ളത് ST-ക്കാരാണ്, പട്ടികവർഗക്കാരാണ്. പട്ടികവർഗക്കാർ കൂടുതൽ ഉള്ളത് വയനാട്ടിലും കുറവുള്ളത് ആലപ്പുഴയിലുമാണ്. ദൈവത്തിന്റെ അവതാരമെന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്ര നേതാവ് ആരാണ്? ബിർസ മുണ്ടയാണ്. അങ്ങനെ അറിയപ്പെടുന്നത് ബിർസ മുണ്ടയാണ്. അടുത്ത ചോദ്യം നോക്കാം. 41. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ആനക്കൊമ്പ്. ഗണത്തിൽപ്പെടാത്തത് ആനക്കൊമ്പാണ്. പല്ലിന് രൂപാന്തരണം സംഭവിച്ചാണ് ആനക്കൊമ്പ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ആനക്കൊമ്പാണ്. ഒരു മെഴുകുതിരി കത്തിത്തീരുമ്പോൾ അതിൻ്റെ പിണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ആയിട്ട് മാറുന്നു. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം. ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് 3 കിലോഗ്രാമും 5 കിലോഗ്രാമുമുള്ള 2 ഇരുമ്പ് കട്ടികൾ ഒരേ സമയത്ത് താഴേക്കിട്ടാൽ ആദ്യം എത്തുന്നത് ഏതായിരിക്കും? നമുക്ക് തോന്നും ഭാരം കൂടുതലുള്ളത് ആദ്യം എത്തും, ഭാരം കുറവുള്ളതും രണ്ടാമതെത്തുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരേ സമയത്ത് എത്തുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വാക്കം ട്യൂബ് എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ സെർച്ച് ചെയ്ത് എക്സ്പെരിമെൻറ്റ് വാക്കം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത വീഡിയോകൾ കാണാം. അതിൽ ഇത് ഒരു തൂവലും ഒരേ സമയം തന്നെ തൂവലും ബോളും താഴേക്കിട്ട ഒരേ സമയം തന്നെ അതെത്തുന്നത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ കാണാൻ പറ്റും. ആവശ്യമുള്ളവർ കാണാം. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവിയാണ് പൂമ്പാറ്റ. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകി തീർന്ന ഉടൻ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം വരുന്നില്ല. ജലനിരപ്പിന് ഐസ് ഉരുകിയാലും ജലനിരപ്പിന് വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. അടുത്ത ചോദ്യം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത് ഇൻസുലിനാണ്. ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ എത്ര ദിവസമെടുക്കുന്നു? 27.3 ദിവസമെടുക്കുന്നു. ചന്ദ്രന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് 27 ദിവസവും 7 മണിക്കൂർ 43 മിനിറ്റാണ്. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. നവസാരം എന്ന പേരിൽ അറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഏറ്റവും പഴക്കമുള്ള പുഷ്പം ഏതാണ്? മഗ്നേലിയ. ബഹിരാകാശത്ത് വിരിഞ്ഞ ആദ്യ പുഷ്പമാണ് സീനിയ. മാനസിക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പം ശംഖുപുഷ്പമാണ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് അശോകമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വൈദ്യുതകാന്തിക രശ്മികളിൽ ഏറ്റവും തരംഗദൈർഘ്യമുള്ളത് ഏത് തരംഗത്തിനാണ്? തരംഗദൈർഘ്യം കൂടുതലുള്ളത് റേഡിയോ തരംഗങ്ങൾക്കാണ്. തരംഗദൈർഘ്യം കുറഞ്ഞത് ഗാമ കിരണങ്ങളാണ്. എന്നാൽ ആവൃത്തി കുറഞ്ഞത് വൈദ്യുതകാന്തിക രശ്മികളിൽ ആവൃത്തി കുറഞ്ഞത് റേഡിയോ തരംഗങ്ങളും ആവൃത്തി കൂടിയത് ഗാമ കിരണങ്ങളുമാണ്. തിരിഞ്ഞു വരുന്നു. അടുത്ത 51-ാമത്തെ ചോദ്യം. കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 16 ആണ്. ഓപ്ഷനിൽ 16 ഇല്ല. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണവും കേരള നിയമസഭയിലെ പട്ടികവർഗ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. PSC എടുത്തു ചോദിച്ചിട്ടുണ്ട് ആ 2 സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന്. സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. അങ്ങനെ ടോട്ടൽ 16 സീറ്റുകളുണ്ട്, 16 മണ്ഡലങ്ങളുണ്ട്. കൊച്ചിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതു വർഷമാണ് സ്ഥാപിച്ചത്? 1978-ലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1875-ലാണ്. ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. പെരിയാർ 244 കിലോമീറ്ററാണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്.
അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH-17 ആണ്. NH-17 നിലവിൽ അത് അറിയപ്പെടുന്നത് NH-66 എന്നാണ്. NH-17ൻ്റെ പുതിയ പേരാണ് NH-66. വരയാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിൽ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടിൻ്റെ സംരക്ഷണം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. 56. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? KR നാരായണനാണ്. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ദളിത് വംശജനാണ് KR നാരായണൻ. രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണനാണ്. സമുദ്രനിരപ്പിലും താഴ്ന്ന് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ആലപ്പുഴയിലെ കുട്ടനാടാണ്. ആലപ്പുഴയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് 1924 പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പൗർണമി നാളിലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമി മധ്യഭാഗത്ത് വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിച്ച് ചന്ദ്രൻ മറയുന്നു. ഈ പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. അമാവാസി അഥവാ കറുത്ത വാവ് ദിവസമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമിക്കും സൂര്യൻ്റെയും മധ്യേ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പ്രോഗ്രാമിംഗ് ഭാഷ അല്ലാത്തത് ഏത്? പവർ പോയിന്റ് ആണ്. മൈ ടൈംസ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? JB കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ JB കൃപലാനിയാണ്. മദർ തെരേസയുടെ ജന്മസ്ഥലം ഏതാണ്? യൂഗോസ്ലാവിയയാണ് മദർ തെരേസയുടെ ജന്മസ്ഥലം. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ 1979. നൊബേല്, മാഗ്സസെ അവാർഡ്, ഭാരതരത്ന എന്നിവ നേടിയ ഏക വ്യക്തി മദർ തെരേസയാണ്. ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി മദർ തെരേസയാണ്. 63ാമത്തെ ചോദ്യം നോക്കാം. മേജർ റാത്തോറിനെ ഒളിമ്പിക് മെഡലിന് അർഹനാക്കിയ ഇനം ഏതാണ്? ഷൂട്ടിംഗ്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900-ലാണ്. 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏക വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ്. 2 വെള്ളി മെഡലുകളാണ് ഇന്ത്യ അന്ന് നേടിയത്. ബംഗ്ലാദേശിലെ ദേശീയഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചത്. പാകിസ്ഥാനിൻ്റെ ദേശീയ ഗാനമാണ് ക്വാമി തരാന. ഹംസവും ദമയന്തിയും എന്ന ചിത്രം ആരുടേതാണ്? രാജ രവിവർമ്മയുടേതാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളിയാണ് രാജ രവിവർമ്മ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാമത്തെ മലയാളിയാണ് രാജ രവിവർമ്മ. ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്രസിദ്ധനായത് ഏത് ഉപകരണ സംഗീതത്തിലൂടെയാണ്? ഷെഹനായി. കാൻ ചലച്ചിത്രോത്സവത്തിൽ പാം ഡിയോർ പുരസ്കാരം നേടിയ ഫാരൻഹീറ്റ് 9/11 സംവിധായകൻ ആരാണ്? മൈക്കിൾ മൂറാണ്. അടുത്ത ചോദ്യം, കേരള ഗാന്ധി കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായി അറിയപ്പെടുന്നതാണ് കാൻ ചലച്ചിത്രോത്സവം. ഫ്രാൻസിലാണ് ഇത് നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? K കേളപ്പനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നത് K കേളപ്പനാണ്. അടുത്ത ചോദ്യം, റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് എവിടെയാണ്? സിംഗപ്പൂരിലാണ് സ്ഥാപിച്ചത്. ജപ്പാനിലാണ് സ്ഥാപിച്ചത്. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ജപ്പാനിലാണ്. അടുത്ത ചോദ്യം, 50 വർഷം പാർലമെന്റ് അംഗമായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? NG രംഗ. NG രംഗയാണ് 50 വർഷം പാർലമെന്റ് അംഗമായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്ത ആലപ്പുഴയിലെ ചോദ്യങ്ങൾ നോക്കാം. അടുത്ത് നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? ഡിസംബർ 10. സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണ്? അത് ന്യൂസിലാൻഡാണ്. ഓപ്ഷനിൽ അതിലില്ല.
ന്യൂസിലാൻഡ് 1793 സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയത്. രാജ്യസഭയിൽ അംഗമാകുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. രാജ്യസഭ അംഗമാകുന്നതിനും ലോക്സഭ അംഗമാകുന്നതിനും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനും വേണ്ട പ്രായം, ഇതിനെയെല്ലാം കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ കാണുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്ന വർഷം 776 BC 776 പുരാതന ഒളിമ്പിക്സിന് വേദിയായ നഗരം ഗ്രീസിലെ ഒളിമ്പിയയാണ്. പുരാതന ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് കോറിബസ് ആണ്. എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളും ഒരിക്കൽ എന്തിൻ്റെ കോളനി ആയിരുന്നു? ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടില് കൂർഗാണ്. കൂർഗ്. UN-ലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് 8ാം പട്ടിക. വേസ്റ്റ് ലാൻഡ് എഴുതിയത് ആരാണ്? TS ഇലിയഡിൻ്റെ കവിതയാണ് വേസ്റ്റ് ലാൻഡ്. ഭൂകമ്പം രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഇതിൽ ഏതാണ്? ഇരുമ്പാണ് ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന മാധ്യമം. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബല്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യനിലെ എത്ര ജോഡി ക്രോമസോമുകളുണ്ട്? മനുഷ്യനിൽ 23 ജോഡി ക്രോമസോമുകളുണ്ട്. ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത് DNA-യും മാംസ്യവും കൊണ്ടാണ്. ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത് DNA ആണ്. ഡേഷിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി. എന്തിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകൾ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. അടുത്ത ചോദ്യം, ഗ്ലൂക്കോസ് ഡേഷ് വിഭാഗത്തിൽ പെടുന്നു? ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിലാണ് പെടുന്നത്. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നു. 1 ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എത്രയാണ്? 4.2 കലോറിയാണ്. അടുത്തത്, ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വൻതോതിലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറന്തള്ളുന്ന ഗ്രഹമാണ് വ്യാഴം. വിറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ബെറി. അടുത്ത ചോദ്യം, ഡേഷ് ഒരു സസ്തന ജീവിയാണ്? വവ്വാല്. വവ്വാൽ ഒരു സസ്തന ജീവിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ അറിയപ്പെടുന്നതാണ് സസ്തനികൾ എന്നിട്ട്. ഡേഷ് നാണയപ്പെരുപ്പത്തിന് കാരണമാകുന്നു? ചെലവും പണത്തിൻ്റെ ലഭ്യതയും കൂടുന്നത് നാണയപ്പെരുപ്പത്തിന് കാരണമാകുന്നു. ഇന്ത്യയിൽ റുപ്പിയ സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി ഷേർഷാ സൂരിയാണ്. ഇന്ത്യയിൽ റുപ്പിയ സമ്പ്രദായം കൊണ്ടുവന്നത് ഷേർഷാ സൂരിയാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ഒരു വ്യക്തിക്ക് ആവശ്യമായ കലോറിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അടുത്ത ചോദ്യം, 2004 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. നിലവിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് വസന്തനാണ്. വസന്തൻ. കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ആരാണ്? നിലവിൽ രമേശ് പൊക്രിയാൽ നിഷാങ്കാണ് നിലവിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി. ഇറ്റാനഗർ എന്തിൻ്റെ തലസ്ഥാനമാണ്? അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, സാഹിത്യത്തിന് 2004 നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? എൽഫ്രഡ് ജലനിക്ക്. അടുത്തത്, അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്തത്, ജപ്പാനിലെ പാർലമെൻറ്റ്
അറിയപ്പെടുന്നത് ഡയറ്റ്. ജപ്പാന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്നാണ്. ഇസ്രയേൽ പാർലമെന്റ് അറിയപ്പെടുന്നത് നെസറ്റ് എന്നാണ്. നെസറ്റ്. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിന്റെ കാലാവധി. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്ര നാളാണ്? 6 മാസമാണ് കാലാവധി. ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. അടുത്ത ചോദ്യം, ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് എന്തിനാണ്? മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഏർപ്പെടുത്തിയ വർഷം 1985 ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമായ മാനദണ്ഡം എന്താണ്? ഭാഷയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമല്ലാത്ത ഒരു വ്യക്തി മന്ത്രിയായാൽ ആ വ്യക്തി തിരഞ്ഞെടുക്കപ്പെടേണ്ട കാലയളവ് എത്രയാണ്? 6 മാസമാണ്. പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, 1937 ഡേഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞു? ബർമ്മ. ഇന്നത്തെ മ്യാൻമർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 1937 വേർപിരിഞ്ഞു. മ്യാൻമർ എന്ന പേര് ബർമ്മ സ്വീകരിച്ച വർഷം 1989 മുതലാണ്. ഒങ്കസെ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ഏതാണ്? ആൻഡമാൻ ദ്വീപുകളാണ്. ഒങ്കസെ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ആൻഡമാൻ ദ്വീപുകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരം ഏതാണ്? മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇത് കണ്ടു. കോട്ടയമാണ് ആൻസർ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? അത് JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1946 കോൺഗ്രസ് സമ്മേളനമാണ്. അടുത്ത ചോദ്യം, റോമൻ ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ വർഷം എന്നാണ്? AD 45 ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയത്. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച നാവികനാണ് ഹിപ്പാലസ്. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. അടുത്ത ചോദ്യം, തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1963. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അവസാനത്തെ മുഗൾ രാജാവ് ആരാണ്? ബഹദൂർ ഷാ സഫർ ആണ്. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. അടുത്ത ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ നോക്കാം. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കര്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ മലയാള പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാള പത്രം. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. രാജ്യസമാചാരവും പശ്ചിമോദയവും ഒക്കെ അത് പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. 60-ാമത്തത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആരെയാണ് ബാബർ നേരിട്ടത്? ഇബ്രഹാം ലോധിയായിരുന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. അടുത്ത ചോദ്യം, ഹർഷവർദ്ധൻ ഉത്തരേന്ത്യ ഭരിച്ച കാലഘട്ടം ഇതിൽ ഏതാണ്? AD 7-ാം നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധൻ ഉത്തരേന്ത്യ ഭരിച്ച കാലഘട്ടം. വടക്കേ ഇന്ത്യ ഭരിച്ച അവസാന ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? 1928. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് സർ ജോൺ സൈമൺ ആണ്. ആര്യന്മാരുടെ പ്രധാന വിനോദം ഡേഷായിരുന്നു. ഇത് PSC ക്യാൻസലാക്കിയ ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. അലക്സാണ്ടർ ചക്രവർത്തിയുടെയും പോറസിന്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഡേഷ് നദീതീരത്ത് വെച്ചാണ്. ഏത് നദി? ചലം നദീതീരത്ത് വെച്ചാണ് അവർ ഏറ്റുമുട്ടിയത്. അടുത്ത ചോദ്യം, ആര്യഭടൻ പ്രശസ്തനായ ആരായിരുന്നു? ആര്യഭടൻ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. അടുത്ത ചോദ്യം, 66. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഡേഷ് ജയിലിൽ നിരാഹാര സമരത്തിനിടയിൽ മരിച്ചത്?
ആരാണ് ജയിലിൽ നിരാഹാര സമരത്തിനിടയിൽ മരിച്ചത്? ജതിൻ ദാസാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വാഞ്ചി അയ്യറാണ്. വാഞ്ചി അയ്യർ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാധ്യമം ഇംഗ്ലീഷ് ആക്കിയത് ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക് പ്രഭുവാണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് വില്യം ബെന്റിക് പ്രഭു. അടുത്ത് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ്, സുഭാഷ് ചന്ദ്രബോസ്. ക്യാബിനറ്റ് മിഷൻ നയിച്ചത് ആരാണ്? ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെദവിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 3 പേരുണ്ടായിരുന്നു അംഗങ്ങൾ. സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെദവിക് ലോറൻസ്. അതിൽ ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെദവിക് ലോറൻസ് ആണ്. അടുത്ത് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ ചോദ്യങ്ങൾ നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കോളറ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രൻ. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവമുള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ. ഭ്രമണവേഗത കൂടിയത് വ്യാഴത്തിനാണ്, കുറഞ്ഞത് ശുക്രനാണ്. രക്തചക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? രക്തചക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹാർവേയാണ് രക്തചക്രമണം കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം കാൽസ്യമാണ്. ജന്തുക്കളുടെ കണ്ണുകളിൽ കൂടുതലുള്ള ലോഹം സിങ്കാണ്. കണ്ണുനീരിൽ ഉള്ള ലോഹം സിങ്കാണ്. കടൽ വെള്ളരിയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് വനേഡിയം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്ത ചോദ്യം, ബിയോണ്ട് 10,000 ആരുടെ കൃതിയാണ്? അലൻ ബർഡൻ. അലൻ ബർഡന്റെ കൃതിയാണ് ബിയോണ്ട് 10,000. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വ്യക്തിഗത വെള്ളി മെഡൽ നേടിയത് ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മേരി കോം ആണ്. ഒന്നിലധികം വ്യക്തിഗത ഒളിമ്പിക് മെഡലുകൾ നേടിയ ഇന്ത്യൻ താരം സുശീൽ കുമാർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 28 മികച്ച നടനുള്ള 51ാം ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇതിൻ്റെ ഉത്തരം വിക്രമാണ്. നിലവിൽ 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ബെസ്റ്റ് നടൻ അല്ലു അർജുനാണ്. ബെസ്റ്റ് നടിയായിട്ട് തിരഞ്ഞെടുത്തത് കൃതി സനനും ആലിയ ഭട്ടുമാണ്. കൃതി സനൻ, ആലിയ ഭട്ടും ബെസ്റ്റ് നടിമാരാണ്. മികച്ച നടൻ അല്ലു അർജുനാണ്. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അടുത്ത് 2004 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുകുമാർ അഴീക്കോടിനാണ് 2004 എഴുത്തച്ഛൻ പുരസ്കാരം. നിലവിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തൻ. അടുത്ത ചോദ്യം, ഉമാഭാരതി രാജിവെച്ചതിനു ശേഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായത് ആരാണ്? അത് ബാലുലാൽ ഗൗർ ആണ്. മധ്യപ്രദേശ് നിലവിൽ വന്ന വർഷം 1986 നവംബർ 1 ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഖനിയാണ് പന്ന വജ്രഖനി മധ്യപ്രദേശ്. മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2004 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? വാങ്കാരി മതായിയാണ്. 2023 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നർഗീസ് മൊഹാമ്മദിക്കാണ്. നർഗീസ് മൊഹാമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ആര് സംവിധാനം നിർവഹിച്ച സിനിമയാണ് ബ്രൈഡ് ആൻഡ് പ്രൊഡ്യൂസ്? ഗുരീന്ദർ ചദ്ദ സംവിധാനം നിർവഹിച്ച സിനിമയാണ് ബ്രൈഡ് ആൻഡ് പ്രൊഡ്യൂസ്. 2004 കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ആരാണ്? ഇതിൻ്റെ ആൻസർ ബ്രസീലാണ്. നിലവിൽ 2023 കോപ്പ അമേരിക്ക നേടിയത് ബ്രസീലാണ്. അടുത്ത ചോദ്യം,
ഗ്ലോറിയ മാഗ ചൊഗൽ ആരോയോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഫിലിപ്പീൻസ്. അടുത്ത ചോദ്യം, ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം മനിലയാണ് ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം. 2008 ഒളിമ്പിക്സ് നടക്കുന്ന രാഷ്ട്രം ഏതാണ്? 2008 ഒളിമ്പിക്സ് ചൈനയാണ്. അത് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു. നമുക്ക് നിലവിൽ 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? ആരോഗ്യം നമ്മൾ പനിയൊക്കെ വന്ന ആശുപത്രിയിലാണ് പോകുന്നത്, ഡോക്ടറെ കാണാം. അപ്പം ഡോക്ടറാണ് AR മേനോൻ. ഡോക്ടറാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഡോക്ടർ AR മേനോനാണ് ആരോഗ്യമന്ത്രി. അടുത്ത, കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് ആരാണ്? കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം KM മാണിയാണ്. അത് MLA ആയിരുന്നത് KM മാണിയാണ്. അധ്വാന വർഗത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞേതാവ്. ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. 13 തവണ. ഒരേ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച് റെക്കോർഡിട്ട വ്യക്തി KM മാണിയാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി മഞ്ചേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂര് മലപ്പുറമാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. പെരുമ്പടപ്പെന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ബോൾഗാട്ടി ദ്വീപ്. പ്രദേശങ്ങൾ. അടുത്ത് 40ാമത്തെ ചോദ്യങ്ങൾ നോക്കാം. വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. 244 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയ്ക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലകളാണ്. PSC ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി ഉള്ളത്? അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്താണ് നീണ്ടകര അഴി ഉള്ളത്. കേരളത്തിൽ കായലുകളുടെ എണ്ണം 34 അതിൽ 7 ഉൾനാടൻ ജലാശയങ്ങളും 27 സമുദ്രവുമായി ചേരുന്നവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലാണ്. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ കായലുകളും അവയുടെ ഷേപ്പുകളെയും കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ കാണുക. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കിയാണ്. കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന എത്ര അംഗങ്ങളുണ്ട്? 12 അംഗങ്ങളുണ്ട്. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം 2 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 62 അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 368 ഭരണഘടനാ ഭേദഗതി വരുത്താം അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിൽ ഭാഗമാണ് ഭാഗം 20. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആലാണ്. ആലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫിക്കസ് ബംഗാളൻസിസ് ആണ് ആലിൻ്റെ ശാസ്ത്രീയ നാമം. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. ബാബർ ഇബ്രാഹിം ലോധിയെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 നടന്നത്. ഹെമുവും അക്ബറും തമ്മിലാണ്. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ബാബറാണ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് മറാത്ത രാജവംശവും അഹമ്മദ് ഷാ അഹമ്മദലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യവും തമ്മിലാണ്. മറാത്ത രാജവംശവും അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യവും തമ്മിലായിരുന്നു മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761.
അടുത്ത ചോദ്യം, ആദ്യ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? GV മാവുലങ്കാറാണ് ആദ്യ ലോക്സഭാ സ്പീക്കർ. രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറാണ് MA അയ്യങ്കാർ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും MA അയ്യങ്കാറാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കറാണ് GV മാവുലങ്കാർ. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ. വനിതാ സ്പീക്കർ മീരാ കുമാറാണ്. എന്നാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്? ജനുവരി 30 ഗാന്ധിജി മരിച്ച ദിവസം, ജനുവരി 30. അടുത്ത്, ഏറ്റവും സാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. പക്ഷേ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, ജൂതരുടെ മതഗ്രന്ഥം ഏതാണ്? ടോറ. ജൂതരുടെ മതഗ്രന്ഥം ടോറയാണ്. പാഴ്സി വംശജരുടെ മതഗ്രന്ഥം സെന്റ് അവസ്ഥ. ബുദ്ധമതക്കാരുടെ മതഗ്രന്ഥമാണ് ത്രിപീഠക. അടുത്ത ചോദ്യം നോക്കാം, ആരാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഗുപ്തവംശത്തെ സാമ്രാജ്യമാക്കി ഉയർത്തിയത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത ഒന്നാമന്റെ തലസ്ഥാന നഗരിയാണ് പാടലീപുത്ര. വിക്രമാദിത്യൻ, ശകാരി എന്നീ വിശേഷണങ്ങളുള്ള ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അടുത്ത ചോദ്യം നോക്കാം, രാമചരിതമാനസത്തിന്റെ കർത്താവ് ആരാണ്? തുളസീദാസാണ് രാമചരിതമാനസം രചിച്ചത്. അക്ബറുടെ സദസ്സിലെ പ്രശസ്തനായ കവിയായിരുന്നു തുളസീദാസ്. അന്ധകവിയായിരുന്നു ഇദ്ദേഹം. അലഹബാദ് നഗരത്തിന്റെ ശില്പിയാണ് അക്ബർ. അക്ബറിന്റെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് നവരത്നങ്ങൾ എന്നാണ്. അക്ബറിനെ ഏറെ സ്വാധീനിച്ച അന്യമതമാണ് ക്രിസ്തുമതം. അടുത്ത ചോദ്യം, ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ്. മഹാമാന. ഗുരുദേവ് എന്ന് വിളിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. 54-ാമത്തെ ചോദ്യം നോക്കാം, സിഖുകാരുടെ 10ാമത്തെ ഗുരു ആരാണ്? സിഖുകാരുടെ 10ാമത്തെ ഗുരു ഗോവിന്ദ സിംഗ് ആണ്. സിഖ് മത സ്ഥാപകനാണ് ഗുരു നാനാക്ക്. അക്ബർ ചക്രവർത്തിയുടെ സമകാലികനായ സിഖ് ഗുരുവാണ് ഗുരു രാംദാസ്. അടുത്ത ചോദ്യം, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. 1929 ലാഹോറിലാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനമാണ് ലാഹോർ സമ്മേളനം 1929. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂളാണ്. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. 1930 ഏപ്രിൽ 6. 1930 ദണ്ഡി യാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗീതമാണ് രഘുപതി രാഘവ രാജാറാം. പതിത പാവന സീതാറാം. ഈ ഗീതത്തിന് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പുലിസ്റ്ററാണ്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് C. രാജഗോപാലാചാരി. തെഗ്രി ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? തെഗ്രി ഭഗീരഥി. അടുത്ത ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? ജോർഹത്ത് ആസാമിലാണ്. കാസിരംഗ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടീ ഫെസ്റ്റിവൽ നടക്കുന്ന ആസാമിലെ സ്ഥലമാണ് ജോർഹത്ത്. ആസാമിന്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ് സാത്രിയ. ആസാമിന്റെ പ്രധാന വിളവെടുപ്പ് ആഘോഷമാണ് ബിഹു. മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. അടുത്ത ചോദ്യം 59, ഗർഭ നൃത്തം ഏത് സംസ്ഥാനമാണ്? ഗർഭ ഗുജറാത്ത്. ഗായും ആയിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വയ്ക്കുക. ഗർഭ ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. 1975 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണ്.
ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1 ആണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണെങ്കിൽ ആപ്പിളാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് ആണ്. അടുത്ത ചോദ്യം, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷെഹനായിയാണ്. കഴിഞ്ഞ ചോദ്യങ്ങളിൽ നമ്മൾ ഇത് നോക്കി. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി ലഭിച്ച ആദ്യ വനിതയാണ് സരോജിനി നായിഡു. ഉത്തർപ്രദേശിന്റെ ഗവർണറായിട്ടാണ് സരോജിനി നായിഡു ആദ്യമായിട്ട് പദവി അലങ്കരിച്ചത്. അടുത്ത ചോദ്യം, ഹംപി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹംപി കർണാടക. മൈസൂർ എന്ന പേര് കർണാടകയായി മാറിയത് 1973 ബംഗളൂരു നഗരത്തിന്റെ ശില്പിയാണ് കമ്പഗൗഡ. കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ് വിധാത സൗധ. കമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്, ബംഗളൂരു. 64 അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്? ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ മിസ് യൂണിവേഴ്സ് നേടിയത് സുസ്മിത സെന്നാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. അടുത്ത ചോദ്യം, ബാരോമീറ്റർ എന്തളക്കാനുള്ള ഉപകരണമാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ്. ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയാണ്. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. 68ാമത്തെ ചോദ്യം നോക്കാം. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി എന്നൊക്കെ അറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. എന്നാൽ ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. ബെല്ലടിക്കുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബെല്ലടിക്കുന്നു, ഗ്രഹാം ബെല്ലാണ്. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. പക്ഷെ മൊബൈൽ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. ഗ്രാമഫോണ് തോമസ് ആൽവ എഡിസൺ ആണ്. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? സോഡിയം തയോസൾഫേറ്റ് ആണ് ഹൈപ്പോ എന്ന് അറിയപ്പെടുന്നത്. വിറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. എനിക്ക് വയ്യ എന്ന് പറയും, ബെറിബെറി. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.